എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ pH കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ PSC എക്സാമില് WCPU എക്സാമിൽ നിങ്ങളൊരു ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. pH മൂല്യം 3 ആണ് എന്നുണ്ടെങ്കിൽ അതിലെ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ള ചോദ്യം. നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ബേസ് pHുമായി ബന്ധപ്പെട്ട് ശരിക്കും ആ ചോദ്യം വന്നിരിക്കുന്നത് +1 NCERT കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ ആ കണ്ടന്റുകൾ pHന്റെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി മുമ്പോട്ടുള്ള പരീക്ഷയ്ക്ക് pHന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വൃത്തിയായി മനസ്സിലാക്കി കാണുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ഉറപ്പായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ pHന്റെ കാൽക്കുലേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നിങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. pH കാണാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ pH കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ pH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H+ അയോണിന്റെ കോൺസെൻട്രേഷന്റെ നെഗറ്റീവ് ലോഗരിതം. pH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H+. ഇനി pH കാണാൻ മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. pH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H3O+. ഈ H3O+നെയാണ് നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് വിളിക്കുന്നത്. H3O+ ആണ്. ഇനി POH ആണ് കാണേണ്ടതെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്ക്. -log കോൺസെൻട്രേഷൻ ഓഫ് OH-. ഇനി ഒരു റിലേഷൻ ഉണ്ട്. pHും POHും തമ്മിലുള്ള റിലേഷൻ pH + POH ഈസ് ഈക്വൽ ടു എത്രയാണ്? 14 ആണ്. ഇതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ pH ഈസ് ഈക്വൽ ടു നമ്മൾക്ക് വേണമെങ്കിൽ 14 - POH ഇങ്ങനെയും ഒരു റിലേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നോടൊപ്പം ഒന്ന് കാണാൻ പറഞ്ഞ ഇക്വേഷൻസ്. ഒന്ന് pH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H+. രണ്ടാമത് pH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് H3O+. മൂന്നാമത് POH ഈസ് ഈക്വൽ ടു -log കോൺസെൻട്രേഷൻ ഓഫ് OH-. ലാസ്റ്റ് വൺ pH + POH ഈസ് ഈക്വൽ ടു 40. ഇനി മറ്റൊരു റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക. ഈ log 2ന്റെയും log 3യുടെ വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. log 2ന്റെ വാല്യൂ 0.3010. log 3യുടെ വാല്യൂ 0.4771. ക്ലിയർ ആണല്ലോ ഫാക്ട്? അപ്പൊ log 2ന്റെ വാല്യൂ 0.3010. log 3യുടെ വാല്യൂ 0.4771. ഓക്കെ അല്ലേടാ? ഇനി log 10ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി log AB എന്താണെന്ന് ചോദിച്ചാൽ log A + log B. log AB എന്താണെന്ന് ചോദിച്ചാൽ log A + log B. ഇനി log 10⁻⁴. log 10⁻⁴ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? X ആണ്. അപ്പൊ ഇത്രയും റിലേഷൻ അറിഞ്ഞിരുന്നാൽ pHുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യത്തിന്റെ ഉത്തരവും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക്. ഒരു സോഫ്റ്റ് ഡ്രിങ്കിലെ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ 3 × 10⁻³ മോളാർ m ആണെങ്കിൽ അതിൻ്റെ അപ്പൊ H+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 3 × 10⁻³ എന്നിട്ട് ചോദ്യം ഇട്ടാൾ ചോദിക്കുക അതിന്റെ pH എത്ര ആയിരിക്കും? ആ സോഫ്റ്റ് ഡ്രിങ്കിന്റെ pH എത്രയായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, pH കാണാനുള്ള ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. pH ഈസ് ഈക്വൽ ടു -log
കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. എൻ്റെ കൂടെ കേട്ടു വരണേ, എച്ച് പ്ലസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ എങ്ങനെ എഴുതും? കൂടെ പറ. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എച്ച് പ്ലസിന്റെ വാല്യൂ എത്രയാണ്? 3 into 10 raised to minus 3m. 3 into 10 raised to minus 3m. ക്ലിയർ ആണല്ലോ ഫാക്ട്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. ഇത് എ ഇൻറ്റു ഇത് ബി. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്? വേഗം പറ. ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും പരിഗണിച്ചാൽ, ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും പരിഗണിച്ചാൽ ഇത് ഏതൊക്കെ ഫോർമാറ്റിലാണ് നടക്കുന്നത്? ലോഗ് എ ബി. നമുക്ക് എല്ലാവർക്കും അറിയാം ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? 3. ബിയുടെ സ്ഥാനത്ത് ആരാ? 10 raised to minus 3. അപ്പം പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എയുടെ സ്ഥാനത്തുള്ളത് 3 ആയതുകൊണ്ട് ലോഗ് 3 പ്ലസ് ലോഗ് ബിയുടെ സ്ഥാനത്ത് 10 raised to minus 3 ആണ്. അപ്പൊ ലോഗ് 10 raised to minus 3. ക്ലിയർ ആണല്ലോ ഫാക്ട്? ഇനി അടുത്തത് പി എച്ച് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം മൈനസ് ഓഫ് ലോഗ് 3യുടെ വാല്യൂ കുറച്ചു മുന്നേ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ലോഗ് 2ന്റെ വാല്യൂ കുറച്ചു മുന്നേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾ സ്ക്രീനിൽ ഓർമ്മയുണ്ടോ? ലോഗ് 2ന്റെ വാല്യൂ 0.4771. 0. അപ്പൊ ആ ലോഗ് 3യുടെ സ്ഥാനത്ത് ഞാൻ ആ വാല്യൂ കൊടുക്കുന്നു 0.4771. ഇനി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതിലൊന്ന് നോക്കിയേ. ലോഗ് 10 raised to minus 3. ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോഗ് ലോഗ് 10 raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗ് 10 raised to minus 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഗ് 10 raised to x എന്ന് പറഞ്ഞാൽ x തന്നെ. അപ്പൊ ലോഗ് 10 raised to minus 3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? പറ. -3 ആയിരിക്കും. അപ്പൊ ഇനി നിങ്ങൾക്ക് കാര്യം വളരെ എളുപ്പമാണ്. ഈ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. ആ മൈനസും പുറത്തുള്ള മൈനസും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. പി എച്ച് നമുക്ക് അവിടെ കിട്ടും. 2.6 സംതിങ് വരും. ഇപ്പൊ ഇത് പി എച്ച് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. സോ ഇത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട് അടിക്കുക. ബാക്കിലോട്ട് അടിച്ച് കൃത്യമായിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇതേപോലെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അതിൽ പിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പൊ അറിയേണ്ട 3 ഇക്വേഷൻസ് കേട്ടല്ലോ. അപ്പൊ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. എൻ്റെ കൂടെ പറ. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട് 3 into 10 raised to minus 3. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്, ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതേപോലെ ലോഗ് 10 raised to x എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. ഇത്രയും അറിവ് വെച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 3 into 10 raised to minus 3. ഇത് എയുടെ സ്ഥാനത്ത്, ഇത് ബിയുടെ സ്ഥാനത്ത്. അപ്പൊ ലോഗ് എ ബി ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. നമ്മൾ അവനെ ഇതിലോട്ട് മാറ്റുന്നു. അപ്പൊ ഇതിലോട്ട് മാറ്റുമ്പോൾ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എയുടെ സ്ഥാനത്ത് 3 പ്ലസ് ലോഗ് ബിയുടെ സ്ഥാനത്ത് 10 raised to minus 3. ഇനി മൈനസ് ഓഫ് ലോഗ് 3യുടെ വാല്യൂ നമുക്കറിയാം 0.4771. ലോഗ് 10 raised to minus 3 എന്ന് പറഞ്ഞാൽ -3 തന്നെയാണ്. ആ മൈനസും അകത്ത് കിട്ടുന്ന മൈനസും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അതാണ് ഇവിടുത്തെ പി എച്ചിന്റെ വാല്യൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലായെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്.
നമുക്ക് നോക്കിയേ, the concentration of H plus ion in a soft drink is 2 into 10 raised to minus 13. കണ്ടല്ലോ, ഒരു സോഫ്റ്റ് ഡ്രിങ്കിലെ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2 into 10 raised to minus 13 ആണ്. എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 2 into 10 raised to minus 13. എങ്കിൽ ഇതിന്റെ പി എച്ച് എത്രയാണ് എന്നാണ് ചോദ്യം ഇട്ടാള് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് കാണാം. വീണ്ടും പി എച്ച് കാണാനുള്ള ഇക്വേഷൻ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൈനസ് ഓഫ് ലോഗ് എച്ച് പ്ലസിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 2 into 10 raised to minus 13. ക്ലിയർ അല്ലേ? ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടും എടുത്താൽ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ലോഗ് എ ബി. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ എൻ്റെ കൂടെ പറയും, എന്താണ് ലോഗ് എ ബി? പറ. ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പൊ നമുക്ക് ആ ഫോർമാറ്റിലോട്ട് എവനെ അങ്ങ് തകർത്താലോ? ദാ നോക്കിക്കോണേ. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എയുടെ സ്ഥാനത്ത് എത്രയാണ്? 2 പ്ലസ് ബിയുടെ സ്ഥാനത്ത് ലോഗ് 10 raised to minus 13. ലോഗ് 10 raised to minus 13. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റ് ആണ്. ലോഗ് 2ന്റെ വാല്യൂ ഞാൻ പറഞ്ഞിരുന്നു, മറന്നുപോയോ നിങ്ങൾ? ലോഗ് 2ന്റെ വാല്യൂ എന്തായിരുന്നു? 0.3010. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.3010. ഇനി തൊട്ട് പുറയില് ലോഗ് 10 raised to minus 30. അത് ഏത് ഫോർമാറ്റിലാണ്? യെസ്, ലോഗ് 10 raised to x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? എക്സാ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -30. സോ ഞാൻ ആ -13 ഇവിടെ എഴുതുന്നു. ബാക്കി ആ മൈനസും പുറത്തെ മൈനസും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. പി എച്ചിന്റെ വാല്യൂ നമുക്ക് അവിടെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് തന്നെ പിക്ക് ചെയ്യുന്നത് പറയട്ടെ. ആ WCPU എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലുള്ള ഒരു NCERT ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള പി എച്ച് കാണാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചോദിക്കുന്നെങ്കിൽ 99% ഇത് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് പി എച്ചിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇനി ഏത് കാറ്റഗറിയിൽ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് നിങ്ങളുടെ മാർക്ക് ഇനി പോകരുത്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് 0.001. ഒരു സൊല്യൂഷനിലെ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.001. വാട്ട് ഈസ് ഇറ്റ്സ് പി എച്ച്? എങ്കിൽ അതിന്റെ പി എച്ച് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം പ്രിയപ്പെട്ടവരെ, എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാത്? യെസ്, അതെന്ന് പറയുന്നത് 0.001 ആണ്. എങ്കിൽ പി എച്ച് കാണാം. പി എച്ച് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. ഈ 0.001നെ നമുക്ക് വേറൊരു രീതിയിലേക്ക് മാറ്റാം. 10 raised to minus 3m. എഴുതിക്കൂടെ? 0.001നെ നമുക്ക് 10 raised to minus 3m എന്ന് എഴുതാം. അപ്പൊ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടി 10 raised to minus 3m. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10 raised to minus 3. ലോഗ് 10 raised to minus 3 എത്ര തന്നെയാണ്? -3 ആണ്. അപ്പൊ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -3. മൈനസും മൈനസും പോയി. ഫൈനലി പി എച്ച് ഈസ് ഈക്വൽ ടു 3. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ലോഗ് 10 raised to x എന്ന ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ലോഗ് 10 raised to x ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? എക്സ് ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത്? -3. അപ്പൊ അതാണ്ട് എക്സ് എഴുതിന് പകരം നമ്മൾ ഇവിടെ ആൻസറിൽ -3 എഴുതി. അപ്പൊ ഇത് പോയാൽ -3 ആയി. ആ മൈനസും പുറത്തെ മൈനസും എന്തായി?
3 ആയി. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് ഒന്നുകൂടെ വേഗത്തിലൊന്ന് പറഞ്ഞുതരാം, കേട്ടിരിക്കുക. ഇവിടെ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് 0.001 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? മാത്സ് ഒക്കെ പഠിച്ചതല്ലേ നിങ്ങള്? 10⁻³ എന്ന് നമുക്ക് ഇതിനെ മാറ്റാം. അങ്ങനെയാണെങ്കിൽ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. എച്ച് പ്ലസിന്റെ വാല്യൂ ഇതാ കിടക്കുന്നത്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ 10⁻³ ലോഗ് 10⁻x എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പൊ ലോഗ് 10⁻³ എന്ന് പറഞ്ഞാൽ -3 തന്നെയാ. അപ്പൊ അത് തൊട്ട് താഴെ എഴുതുമ്പോൾ മൈനസ് ഓഫ് -3, മൈനസും മൈനസും പോയി പ്ലസ് ആണ്. സോ ഫൈനലി നമുക്ക് ഇവിടെ പി എച്ച് കിട്ടും 3. അതുകൊണ്ട് ഈ സൊല്യൂഷൻ ഒരു അസിഡിക് നേച്ചർ ഉള്ളവനാണെന്നും നമുക്ക് പറയാം. കാരണം എന്താ? അവന്റെ പി എച്ച് 3 എന്താണ്? കൂടുതലാണ്. ക്ലിയർ ആണല്ലോ? ഫാക്ട് ഓക്കെ ആണല്ലോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇഫ് ദ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഈസ് 3, ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ഇഫ് ദി പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഈസ് 3, ഒരു സൊല്യൂഷന്റെ പി എച്ച് 3 ആണെങ്കിൽ then its hydronium ion, then the concentration of, അല്ലെങ്കിൽ then its hydronium ion concentration is dash. ഒരു സൊല്യൂഷന്റെ പി എച്ച് 3 ആണെങ്കിൽ അതിലെ ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ, പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. അത് ഹൈഡ്രജൻ അയോണാ. ഇവിടെ ഹൈഡ്രോണിയം അയോൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രോണിയം അയോൺ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? H3O+ എന്നാണ് നമ്മൾ ഹൈഡ്രോണിയം അയോൺ എഴുതുന്നത്. പി എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ പി എച്ചിന്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുത്തു. ഇപ്പോഴത്തോ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H3O+ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചേക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, ഈ മൈനസ് ലോഗ് എന്നുള്ളത് നമുക്കറിയാം 10⁻⁴ ആണ്. അതെല്ലാവർക്കും മാത്സ് പഠിച്ചവർക്ക് പൊതുവെ അറിയാവുന്ന ഫാക്റ്റ് ആണ്. അപ്പം ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇത് ഏതൊരു പാറ്റേണിലേക്ക് മാറുമെന്ന് ചോദിച്ചാൽ 10⁻³ എന്നാവും. അപ്പൊ ഈസ് ഈക്വൽ ടു എന്താണ്? അവിടെ ആര് തന്നെയുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് H3O+. നമുക്കല്ലാതെ എവനും 10⁻⁴ കൊടുത്ത് എവനും 10⁻⁴ കൊടുത്ത് നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം അത്രയും അതിലേക്ക് പോകണമെന്നില്ല. ആദ്യം മൈനസ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത് മൈനസ് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ 10⁻⁴ കൊടുക്കുന്നു, ലോഗ് ക്യാൻസൽ ചെയ്തു പോകുന്നു. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഈസ് ഈക്വൽ ടു 10⁻³ അങ്ങനെ വരും. നമുക്ക് അതിലേക്കൊന്നും പോകാതെ തന്നെ ശ്രദ്ധിക്കുക. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻³ എന്തെന്ന് വരുന്നു? -3. 10⁻, ഈ മൈനസ് ഉൾപ്പെടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻⁻3. ഇപ്പുറത്ത് ആര് മാത്രം? കോൺസെൻട്രേഷൻ ഓഫ് H3O+. എപ്പോഴും നമ്മൾ എളുപ്പ വഴിയാണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷന്റെ പി എച്ച് 5 ആണ്, 5 ആണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലെ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? ഒരു സൊല്യൂഷന്റെ പി എച്ച് 5 ആണ് എന്നുണ്ടെങ്കിൽ അതിലെ H+ന്റെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? നിങ്ങൾക്ക് ഈസി ആയിട്ട് കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം. കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് എ 0.1 m സൊല്യൂഷൻ ഓഫ് NaOH. ഇതും NCERT കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് എ 0.1 m സൊല്യൂഷൻ ഓഫ് NaOH. 0.1 m കോൺസെൻട്രേഷൻ ഉള്ള
NaOH ലായനിയുടെ pH എത്രയാണ് എന്നാണ് ചോദ്യം. 0.1 m ഗാഢതയുള്ള NaOH ലായനിയുടെ pH എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് NaOH ആണ്. ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസും പിന്നെ ആരുമാകുന്നത് OH മൈനസ് ആയിട്ടുമാണ് മാറുന്നത്. NaOH ഡിസോസിയേറ്റ് ചെയ്താൽ രണ്ടായിട്ട് മാറിയാൽ Na പ്ലസും OH മൈനസുമായിട്ടാണ് മാറുന്നത്. കേട്ടല്ലോ, ഇത് ഇച്ചിരി NCERT കണ്ടന്റ് ആണ്. അപ്പൊ ഇച്ചിരി പാട് വരും. ഇത് ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ Na പ്ലസും OH മൈനസും. അപ്പം ഇതിൽ NaOH എന്ന് പറയുന്ന ഈ ലായനിയിൽ H+ അല്ല ഉള്ളത്, പകരമുള്ളത് OH മൈനസ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും? അത് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ ആണ്. OH എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേര് വിളിക്കും, ഹൈഡ്രോക്സിൽ അയോൺ. അപ്പൊ ഈ OH മൈനസ് ഹൈഡ്രോക്സിൽ അയോണിന്റെ ഗാഢതയാണ് തന്നിരിക്കുന്നത് 0.1. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? pH ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? OH മൈനസിന്റെ ഗാഢതയാണ് തന്നിരിക്കുന്നത് 0.1 m. ഈ 0.1 m-നെ നമുക്ക് 10⁻⁻1 എന്നാക്കാം. 0.1 m-നെ നമുക്ക് എന്താക്കാം? 10⁻⁻1 എന്നാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേ, നമുക്ക് ആദ്യം POH എന്ന് കണ്ടുപിടിക്കാം. POH കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ലോഗ് 10⁻⁻1. ലോഗ് 10⁻⁻1. സോ ലോഗ് 10⁻⁻1 എത്ര നമുക്കറിയാം? POH ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇത് ലോഗ് 10⁻x എന്ന ഫോർമാറ്റിലല്ലേ? ലോഗ് 10⁻x എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. ആരാണ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത്? -1 ആണ്. സോ ഈ മൈനസും ക്യാൻസൽ ആയി പോയി. നമുക്ക് അവിടെ കിട്ടി POH എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി എല്ലാവർക്കും ഒരു റിലേഷൻ അറിയാം. pH പ്ലസ് POH ഈസ് ഈക്വൽ ടു എത്രയാണ്? 14 ആണ്. pH പ്ലസ് POH ഈസ് ഈക്വൽ ടു 14 ആണ്. സോ POHന്റെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി. pH പ്ലസ് 1 ഈസ് ഈക്വൽ ടു 14. POHന്റെ വാല്യൂ ഇതാ കിട്ടി 1. ആ 1നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടി pH ഈസ് ഈക്വൽ ടു 14 മൈനസ് 1 ദാറ്റ് ഈസ് 13. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സാറേ ഇതൊക്കെ ചോദിക്കോ? ഏതൊരു ചോദ്യവും ചോദിക്കുന്നത് വരെ നമുക്ക് ചോദിക്കത്തില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇപ്പൊ PHന്റെ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? പലരും സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് ഈ വന്നത്. അപ്പൊ ഇതൊക്കെ NCERT കിടക്കുന്നതാണ്. അപ്പൊ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം, വിട്ടുകളയരുത്, നമുക്ക് എഴുതാൻ പറ്റണം. അപ്പം ഇവിടെ തന്നിരിക്കുന്നത് NaOH ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് NaOH ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ അയോണുകളാണ് കിട്ടേണ്ടത്? Na പ്ലസും OH മൈനസും. ഇവിടെ H+ ഇല്ല. അപ്പൊ ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ആരുടെയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ഹൈഡ്രോക്സിൽ അയോൺ അഥവാ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അതെത്രയാണ്? 0.1 ആണ്. ഈ 0.1നെ നമുക്ക് 10⁻⁻1 എന്നെഴുതി വെക്കാം. എന്നിട്ട് നമ്മൾക്ക് കാണേണ്ടത് എന്താ? pH ആണ് കാണേണ്ടത്. അപ്പോ ഇത് വെച്ച് നമുക്ക് POH മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ pHഉം POHഉം തമ്മിലുള്ള ഒരു റിലേഷൻ നിങ്ങൾക്കറിയാം. pH പ്ലസ് POH ഈസ് ഈക്വൽ ടു 14 ആണ്. Therefore pH എന്ന് പറയുന്നത് 14 മൈനസ്
POH ആണ്. അപ്പൊ ഈ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ വെച്ച് നമ്മൾ ആദ്യം എന്ത് കാണണം? POH കാണണം. അതിന് ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പറ. POH കാണാനുള്ള ഇക്വേഷൻ എന്താ? POH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് ലോഗ് 10⁻⁻1. ഇത് ഏത് ഫോർമാറ്റ് ആണ്? ലോഗ് 10⁻x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x ആണ്. സോ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് ആരാണ്? -1 ആണ്. സോ ഫൈനലി വി ഗോട്ട് ഇറ്റ്. POH ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് -1. ശരിയല്ലേ? ഈ മൈനസും ക്യാൻസൽ ആയി. +1. POHന്റെ വാല്യൂ നമുക്ക് കിട്ടി 1. അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ PH ഈസ് ഈക്വൽ ടു 14 - 1 ദാറ്റ് ഈസ് 13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം 5ഓളം ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് NCERT കണ്ടന്റ് ആണ്. ഇത് ക്യാച്ച് ചെയ്യാൻ, മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ള സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് വന്നത്. ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെങ്കിൽ പോലും മാക്സിമം ഒരു 98% നിങ്ങൾ ഇത്രയും ചോദ്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പം ചോദിക്കുന്നെങ്കിൽ ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ചോദിച്ചതും ഈ തന്നതും എല്ലാം NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങളെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച്, ഒന്ന് റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ ഒന്ന് കാണുക. സ്വയം ഒരു വാല്യൂ ഇട്ടൊന്ന് ചെയ്തു നോക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായും അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.